Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom I many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നിങ്ങളൊരു മമ്മൂക്ക ഫാനാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വീഡിയോ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആ കാര്യമാണ് പറയുന്നിരിക്കുക. തമ്മിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വിഷയം എന്നുള്ളത്. മമ്മൂക്ക ഫാൻ എന്നുള്ള കണ്ടീഷനിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം. ഓക്കെ, ടോക്സിക് എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സംവിധാനം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്. എനിക്കൊന്ന് മൂത്തോൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം ഗീതു മോഹൻദാസ് ചെയ്യുന്ന അടുത്ത മൂവിയാണ് ടോക്സിക്. അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല, യഷിൻ്റെ KGF 2 ഇപ്പോൾ കഴിഞ്ഞ പോലെ തോന്നി. ഏകദേശം 3 കൊല്ലമായി തോന്നുന്നുണ്ട് KGF 2 കഴിഞ്ഞിട്ടുണ്ടോ, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അങ്ങനെ KGF 2 KGF ഫെയിം യഷിൻ്റെ അടുത്ത മൂവിയാണ്, അടുത്ത കന്നഡ മൂവിയാണ് ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടീസർ, ചെറിയൊരു ട്രെയിലർ, എന്താ പറയുക, ചെറിയൊരു ഗ്ലിംസ് പുറത്ത് വന്നു ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ യഷ് എന്ന് പറഞ്ഞിട്ട് ഗീതു മോഹൻദാസിൻ്റെ ഡയറക്ഷനിൽ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പിന്നെ മമ്മൂക്ക ഫാൻസിന് ഈ സാധനം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വേർഡിങ് ഉണ്ട്, സെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാർവതി തിരുവോത്തിനെ കസബ മൂവിക്ക് അഗെയിൻസ്റ്റായിട്ട്, മമ്മൂക്കാനെ അഗെയിൻസ്റ്റായിട്ട് സംസാരിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആ ചെറിയൊരു പോർഷനാണ് ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോർഷനിൽ പാർവതീനെ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുള്ളതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ ഗീതു മോഹൻദാസ് ഇപ്പോൾ കന്നഡയിൽ ചെന്നിട്ട് ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ചെറിയൊരു ഗ്ലിംസ് നിങ്ങൾ ആദ്യം കണ്ടോ? അതായത് ടോക്സിക് എന്ന മൂവി നല്ല അടിപൊളി, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഒരു രക്ഷയില്ലാത്ത സ്വാഗാണ്, സ്റ്റൈലിഷാണ് യഷ്. ഇനി അടുത്ത എന്താ പറയുക, ഒരു രക്ഷയില്ല. ഞാൻ തന്നെ ഗൂസ് ബംസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. ഒരു ചെറിയൊരു പോർഷൻ ഗ്ലിംസ് അല്ലേ എന്ന് പറയുക, അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ആ വേർഡ്. ഒരു ഗ്ലിംസാണ് കണ്ടിട്ടുള്ളത്. അതായത് ഫുൾ സ്വാഗിൽ നടന്നു വരുന്ന യഷും. പക്ഷേ അതിലൊരു സീന് കാണിക്കുന്നുണ്ട്. സീൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, കുറച്ചൊരു ഇതുള്ള സീൻസാണ്. അതിൽ പിന്നെ ഒരു സീന് കാണിക്കുന്നുണ്ട്, ആ ഒരു സ്ത്രീയുടെ മുകളിൽ ബിയർ ഒഴിക്കുന്ന ഒരു സീൻ. അതുകൊണ്ട് എന്താണെന്നല്ലേ, കാര്യത്തിലേക്ക് വരാം. നമുക്ക് നേരെ ഫേസ്ബുക്കിലേക്ക് കയറാം, അതാ ഒന്നും കൂടി നന്നാവുക. ഫേസ്ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ WCC സ്ഥാപക നേതാവും സെയ്റ്റ് ഫൗണ്ടേഷൻ ഉടമ. എന്തുകൊണ്ടാണ് ഈ സെയ്റ്റ് ഫൗണ്ടേഷൻ ഉടമ എന്ന് പറയുന്നുള്ളത് ഞാനൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കേട്ടോ. ഉടമയുമായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മൂവി ടോക്സിക്കിൻ്റെ ടീസർ തന്നെയാണ്. യഷ് അണ്ണൻ്റെ നല്ല സമയം തന്നെ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ യഷ്, ഹാപ്പി ബർത്ത്ഡേ യഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗോട് കൂടി. ഓക്കെ, ഇനി അടുത്ത നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സംഭവം, കന്നഡയിലെ ഒരു നടിയെ വെച്ച് സ്ത്രീപക്ഷ സിനിമ എടുത്തുകൂടായിരുന്നു ചേച്ചി. സെയ്റ്റ് ഈ സെയ്റ്റ് എന്താണെന്നുള്ളത് അതൊരു സസ്പെൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവട്ടെ, കുറച്ച് വർഷം കൊണ്ട് മറന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഗീതു മോഹൻദാസ് #ഫെമിനിസ്റ്റ്. ഇനി ഇത് അടുത്തത് സെയ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് പാർവതി ചേച്ചിയെ കൊണ്ട് വർഷങ്ങൾ നീളുന്ന ബഹിരാകാശ യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അയച്ച ഗീതു ചേച്ചിയാണോ ഇതെടുത്തു വെച്ചത്? എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പോസ്റ്റർ കണ്ടോ? ഒരു പോസ്റ്ററിൽ ഒരു ലേഡി വായും പൊളിച്ചിരിക്കുന്നതും അപ്പുറത്ത് യഷിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ചേച്ചിയുടെ മേലെ കൂടെ ഒഴിക്കുന്നത് ബിയറാണ്. അപ്പോൾ അവിടെ സ്ത്രീ വിരുദ്ധത, സ്ത്രീകൾക്ക് മേലുള്ളത്, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേ? അടുത്ത പോസ്റ്റ് #ടോക്സിക്കിൻ്റെ ജസ്റ്റ് 1 മിനിറ്റുള്ള ഒരു ഗ്ലിംസ് ഇറക്കിയപ്പോൾ തന്നെ WCCയുടെ സ്ഥാപക നേതാവും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അപ്പോസ്തലയും സെയ്റ്റ് എന്ന ആപ്തവാക്യത്തിൻ്റെ ഉപജ്ഞാതാവുമായി ഗീതു മോഹൻദാസിന് ഊക്ക് കിട്ടുന്നുണ്ട്. മമ്മൂക്ക ഫാൻസിൻ്റെ വകയാണ് കേട്ടോ. ഗ്ലിംസ് കണ്ടിട്ട് യാഷ് ക്യാരക്ടർ ടോക്സിക് മെയിൽ ഷോവിനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പടം ഇറങ്ങിയാൽ പറത്തി ഊക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വല്ലവനും പടം ഇറക്കുമ്പോൾ ഇവറ്റകൾ വലിയ വായിൽ സ്ത്രീ ശാക്തീകരണവും തുല്യവേതനവും സമത്വവും ഒക്കെ പ്രസംഗിച്ച് നടക്കും. എന്നിട്ട് സ്വന്തം പടം ഇറക്കുമ്പോൾ പറഞ്ഞതിനൊക്കെ വിപരീതം. വലിയ കൊണ അടിക്കുമ്പോൾ ഓർത്തു കാണില്ല, ഇതുപോലെ തിരിച്ചു കിട്ടുമെന്ന്. പിക്ചർ നിതിൻ രഞ്ജി പണിക്കർ, കസബ ഡയറക്ടർ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. 2 ദിവസം മുന്നേ കസബ ഡയറക്ടറായിട്ടുള്ള നിതിൻ രഞ്ജി പണിക്കറിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ള സംഭവം കേട്ടോ. സ്ത്രീ വിരുദ്ധത തരിമ്പുമില്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന
നോട്ടങ്ങളില്ലാത്ത കസബയിലെ മുഷ്ടി എന്നൊക്കെ വായിക്കുന്നത്. മുഷ്ക് മഷിയിട്ട് നോക്കിയാലും മഷിയിട്ടു എന്നുള്ളതിനപ്പോൾ ഞാൻ മുഷ്ടി എന്ന് വായിച്ച് കഷ്ടം. മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി. #ടോക്സിക്. ഇനി അതിൻ്റെ ആ ഒരു ചെറിയൊരു സീന് മാത്രം നമുക്കൊന്ന് കാണാം കേട്ടോ. ഞാനിതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വോയിസ് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ ഇപ്പോൾ അതിന് കോപ്പിറൈറ്റ് അടിക്കാൻ വയ്യ, ഏതായാലും അവരെ പറ്റി പറയുകയാണ്. അങ്ങനെ സ്റ്റൈലിഷ് സ്റ്റാർ യശ് ഇറങ്ങി വരുന്നു. ഞാൻ എൻ്റെ കമൻറ്റ് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, മ്യൂസിക് നിങ്ങൾ മനസ്സിലായിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നതായിരിക്കുക. ചങ്ങാതി സിഗരറ്റ് വയ്ക്കുന്നു, അകത്ത് തികഞ്ഞ സ്ത്രീ വിരുദ്ധത വിളയാടിക്കൊണ്ടിരിക്കുന്നു. ഒരു ചേച്ചി തോക്ക് ഐസ്ക്രീമാന്ന് വിചാരിച്ചിട്ട് എന്തോ കാണിക്കുന്നുണ്ട് തോക്കിനെ. ബാക്കിയുള്ള ചേച്ചിമാർ ഓടി നടക്കുന്നു, ഇയാൾ അവരെയൊക്കെ നോക്കി നടക്കുന്നു. യശ് എല്ലാവരും നോക്കുന്നു. ചെരിഞ്ഞ ലുക്കിൽ വെള്ളക്കോട്ടിട്ട് യശ് വരുന്നു, വായിൽ സിഗരറ്റ് ഉണ്ട്. ഓക്കെ അങ്ങനെ ആ സ്ത്രീയെ കടന്നു പിടിക്കുന്നു, എന്തോ കാണിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നു. അതാ കുപ്പി എടുത്തിട്ട് ബിയർ ആ പെണ്ണിൻ്റെ തലയെ കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് പറയണേ ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യശ് എന്നുള്ളത്. എന്താ കഥ? അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ അത് വോയിസ് ഇവിടെ പ്ലേ ചെയ്യില്ല. അയ്യോ അടുത്ത കമൻറ്റ് കേട്ടോ നിങ്ങൾ. അയ്യോ ഞാൻ വായിക്കുന്നില്ല കേട്ടോ. വൃത്തികേട് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ബിയർഡ് ഓയിൽ പരസ്യം പോലെയുണ്ട്. സ്ത്രീകളുടെ മതത്തെക്കുറിച്ചും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയും ഘോരഘോരം പ്രസംഗിച്ച ഗീതി ചേച്ചി സ്വന്തം സിനിമയിൽ പെണ്ണിനെ റോക്കിംഗ് സ്റ്റാറിൻ്റെ ടച്ചിങ്സ് ആക്കിയല്ലോ എന്ന്. വെരി 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 ബാഡ് ആയിട്ട് തോന്നി. ഇനി എന്താണ് ഈ സെയ്റ്റ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. മറുനാടൻ മലയാളം 5 മണിക്കൂർ മുന്നേ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതായത് ഒരു പോസ്റ്റ് കൂടി ഉണ്ടോ. തൻ്റെ കസബെ സിനിമയെ സ്ത്രീവിരുദ്ധത പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ്. ഇനി എന്താണ് ഈ സ്ത്രീവിരുദ്ധത എന്നുള്ളൊരു സംഗതി നോക്കാം. അതിന് നമ്മൾ കുറച്ച് കാലം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. പാർവതി തിരുവോത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഇൻ്റർവ്യൂ കാണാൻ പോകുന്നുട്ടോ. അതാണ് ഈ സംഭവം. മറ്റേ ആ റീമ കല്ലിങ്കലുണ്ട്, അതിൻ്റെ ഇവിടെ പാർവതി തിരുവോത്തുണ്ട്, അതിൻ്റെ പുറത്ത് ഗീതു മോഹൻദാസ് ഇരിക്കുന്നുണ്ട്. അവിടെയാണ് സേ ഇറ്റ് കേട്ടോ. All know the cinema and I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. നോക്കാം. Madam, pardon me for not saluting you. I'll make it up to you. ഈ പറയുന്ന പരിപാടിയൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരാൻ കാരണം എന്താ വെച്ചാൽ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ കന്നഡയിൽ പോയിട്ട് കാണിച്ചു കൂട്ടുന്നതിന് സമൂഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അല്ല എൻ്റെ വ്യൂസ് ഇതിലൊന്നല്ല കേട്ടോ. ഞാൻ ഈ പരിപാടിക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. And I bet you walk wrong for a week. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. Definitely വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകൻ്റെയും മേത്താണ്. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ you also, with quoting Spider-Man, with great power comes great responsibility, is the fact that ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം. ദാറ്റ് ഇപ്പം ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെൻറ്റ് വേയിൽ ഞാൻ ആലോചിക്കും ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം. ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം. ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പറാണ്, ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റിപ്പോകും. തെറ്റണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവണ്ടേ? എനിക്കൊന്നും മനസ്സിലായില്ല. റിഗ്രസീവ് ആയിട്ടുള്ള മനസ്സിലായിട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ്സ്, കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ്സ് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഒറ്റയടിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു വലിയ ജഗദീഷ് പറഞ്ഞാൽ എന്തോ വെറൈറ്റി അല്ലേ എന്ന് വെച്ചാൽ
റിഗ്രസീവായിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് അടിയിൽ എഴുതിയിട്ടുണ്ട്. ഗീതു ചേച്ചിയുടെ ടോക്സിക് മൂവി സ്നീക്ക് പീക്ക് കണ്ടുവരുന്നവരുണ്ടോ? അമ്മച്ചിക്ക് ആസനത്തിലും ആവാമല്ലേ? ജസ്റ്റ് വാച്ച് യാഷ് ഹിപ്പോക്രസി അറ്റ് ഇറ്റ്സ് റിയൽ പീക്ക്. People who slammed others saying Kasava dialogues are vulgar. Lucifer's song is objectification of women. Are bringing up such a vulgar, unwanted objectification of women in toxic teaser. Where did the so-called stance? എവിടുന്ന് വന്നു? അതായത് ടോക്സിക് ഫെമിനിസം മരിച്ചു, ഗീതു കൊന്നു, ടോക്സിക് ട്രെയിലർ കണ്ടു വന്നവരുണ്ടോ? എല്ലാത്തിൻ്റെയും തുടക്കം എവിടെയായിരുന്നു? പാർവതി പാറിപ്പോയി. അതാണ് സെയ്റ്റ് ടോക്സിക് സെയ്റ്റ്. ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഗീതു മോഹൻദാസിൻ്റെ അവിടെ നിന്നുള്ള സെയ്റ്റ് കാരണമാണ് കേട്ടോ സംഭവം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഗീതു മോഹൻദാസ് എയറിലാണ്. ബട്ട് ഐ ഡോണ്ട് മൈൻഡ് അറ്റ്ലീസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ്. ടോക്സിക് എന്ന മൂവി കാണാൻ വേണ്ടി ലുക്കിംഗ് ഫോർവേഡ്. ദാറ്റ്സ് ഇറ്റ്. നമുക്കൊരു കലാരൂപവും കലാസൃഷ്ടിയും പരിപാടിയും കാര്യങ്ങൾ ഒരു സിനിമയെ കണ്ടിട്ട് മുന്നോട്ട് കൊണ്ട് കാണാൻ നോക്കുന്നു. പക്ഷേ മമ്മൂക്കനെ വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു. ഓക്കെ, ദാറ്റ് വാസ് എ ചൊറി. ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് മമ്മൂക്ക ഫാൻസിനാവും മാന്തൽ. എല്ലാവരും മാന്തി പൊളിച്ചു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നമ്മൾ ആരെയും അധിക്ഷേപിച്ച് പറഞ്ഞതല്ല, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള പൊതുവേ ട്രെൻഡ് പറഞ്ഞു തന്നല്ലോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.